polynomial. Introduction ആണ് polynomial. The highest power of x in a polynomial fx is called degree of a polynomial. The highest power of x in a polynomial f of x is called degree of a polynomial. Degree of a polynomial. Highest power of x in a polynomial fx. fx എന്ന് പറയുന്ന പോളിനോമിയലിൽ x ആണ് എന്താണ് ഇതിനുള്ളിൽ വരുന്നത് f of x ആണ്. അതുകൊണ്ട് 3x² plus 2x plus 4. ഇതിലെ ഹയസ്റ്റ് പവർ ഏതാണ് 2. അതുകൊണ്ട് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ 2. ഡിഗ്രി ഈക്വൽ ടു 2. അതുപോലെ f of x is equal to 5x plus 1/3. ഇവിടെ ഡിഗ്രി എത്രയാണ് 1. അതുകൊണ്ട് എന്താന്ന് പറയും ഡിഗ്രി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഏതാണോ ഹയസ്റ്റ് പവർ ഒരു പോളിനോമിയലിൽ ഏതാണോ ഹയസ്റ്റ് പവർ അതാണ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് ആയിരിക്കും, എഫ് ഓഫ് വൈ ആണെങ്കിൽ വൈ ആയിരിക്കും ഹയസ്റ്റ്, വൈയുടെ ഹയസ്റ്റ് പവർ. എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സിൻ്റെ ഹയസ്റ്റ് പവർ ഏത് വരുന്നോ അതാണ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി. ഡിഗ്രി അനുസരിച്ച് നമുക്ക് പോളിനോമിയലിനെ ഏതൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്യാം? ഫസ്റ്റ് കോൺസ്റ്റന്റ് പോളിനോമിയൽ. ഡിഗ്രി 0 ആയ പോളിനോമിയലാണ് കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി ആണ്. ഡിഗ്രിയുടെ റൂൾ അനുസരിച്ച് നമുക്ക് ഓരോന്നിനും എത്ര ഡിഗ്രി എന്ന് വെച്ചാൽ അതിനെല്ലാം ഓരോ പേരുണ്ട്. ഫസ്റ്റ് കോൺസ്റ്റന്റ് പോളിനോമിയൽ വിച്ച് ഈസ് ഓഫ് ഡിഗ്രി 0 ആയ പോളിനോമിയൽ. ഡിഗ്രി 0 ആയ പോളിനോമിയലാണ് കോൺസ്റ്റന്റ് പോളിനോമിയൽ. 5 ഈസ് എ കോൺസ്റ്റന്റ് പോളിനോമിയൽ. ഇറ്റ്സ് ഡിഗ്രി ഈസ് 5x raised to 0. അപ്പം ഇതൊരു പോളിനോമിയലാണ്. കോൺസ്റ്റന്റ് നമ്പർ കണ്ടാലും അതൊരു പോളിനോമിയലാണ്. അതിൻ്റെ പവർ എത്രയാണ്? x raised to 0 ആണ്. എഫ് ഓഫ് എക്സ് ആണെങ്കിൽ x raised to 0, എഫ് ഓഫ് y ആണെങ്കിൽ y raised to 0. നമ്മൾ ഏതാണോ കൊടുക്കുന്നത് അതനുസരിച്ച് എഴുതിക്കണം. ഇപ്പോൾ കോൺസ്റ്റന്റ് പോളിനോമിയൽ വിച്ച് ഈസ് ഓഫ് ഡിഗ്രി 0 ആണ്. നെക്സ്റ്റ് ലീനിയർ പോളിനോമിയൽ. Linear polynomial means linear polynomial of degree 1. Linear polynomial of degree 1. Degree 1 ആയിരിക്കും. Example 3x plus 4 and highest പവറിൻ്റെ ഡിഗ്രിയാണ് 1 ആയി വരുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 5y plus 2. എഫ് ഓഫ് y ആണെങ്കിൽ 5y plus 2. ഇതിൻ്റെ എല്ലാം പവർ എത്രയാണ്? 1 ആണ്. അതുകൊണ്ട് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ 1 which is called linear polynomial. Quadratic polynomial. Quadratic polynomial, a polynomial of degree 2. Power 2 ആയ polynomial, that is 3x² plus 2x plus 6. ഇതെല്ലാം പവർ ഹയസ്റ്റ് പവർ എത്രയാണ്? 2. പവർ 2 or degree 2. ഡിഗ്രി 2 ആയ പോളിനോമിയൽ ഇതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോം ചോദിച്ചാൽ ax² plus bx plus c where a not equal to 0. a 0 ആവാൻ പാടില്ലെങ്കിൽ എന്തോന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ടേം കംപ്ലീറ്റ്ലി 0 ആവും. ഇറ്റ് ബിക്കംസ് എന്തോന്നാണ് ലീനിയർ പോളിനോമിയലായി മാറും. അതുകൊണ്ട് a not equal to 0 ആയിരിക്കണം. നെക്സ്റ്റ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. നെക്സ്റ്റ് ക്യൂബിക് പോളിനോമിയൽ. പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3. എക്സാമ്പിൾ fx is equal to ഇതെല്ലാം 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. 8x³ plus 3x² plus 6x minus 7 equal to 0. ഹയസ്റ്റ് പവർ ഓഫ് ഡിഗ്രി എത്രയാണ്? 3. ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ 3. അങ്ങനെയുള്ള പോളിനോമിയലിനെയാണ് നമ്മൾ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. 3x raised to 3 നടിച്ചാലും വെറുതെ 3x raised to 3 ആണെങ്കിലും അത് ക്യൂബിക് പോളിനോമിയലാണ്. ഇത് ഹയസ്റ്റ് പവർ എത്രയാണ്? 3. സോ ദിസ് ഈസ് ഓൾസോ ക്യൂബിക് പോളിനോമിയൽ. Fifth, biquadratic polynomial. Polynomial of degree 4.
polynomial of degree 4. Cubic polynomial general form എന്തൊന്നായിരിക്കും? നമ്മൾ എഴുതിയില്ലേ, ax cube plus bx square plus cx plus d. അതാണ് ക്യൂബിക് പോളിനോമിയലിന്റെ ജനറൽ. അതുപോലെ ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആകുമ്പോൾ ഹയസ്റ്റ് പവർ ഓഫ് ഡിഗ്രി ഈസ് 4. അഥവാ ഡിഗ്രി ഓഫ് പോളിനോമിയൽ ഈസ് 4. That is fx is equal to 6x raised to 4 plus 3x raised to 3 minus 2x square minus 7 is equal to 0. ഇവിടെ ഹയസ്റ്റ് പവർ മാത്രം നോക്കിയാൽ ഹയസ്റ്റ് പവർ എത്രയാണ്? 4 ആണ്. അതുകൊണ്ട് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ 4 ആണ്. അതുകൊണ്ട് ഇതിന് ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ ഫോം ax raised to 4 plus bx cube plus cx square plus dx plus e. ഇതാണ് ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ ഫോം. Next, according to number of terms. Polynomial can be divided into polynomial terms എത്രയും നോക്കിയിട്ട് പോളിനോമിയലിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് into monomial, binomial, trinomial, polynomial. Monomial means power അല്ല, നമ്പർ ഓഫ് ടേംസ് 1 ആയ പോളിനോമിയൽ ആണ് മോണോമിയൽ. ദാറ്റ് ഈസ് 3x അല്ലെങ്കിൽ 3x, x raised to 4. ഇതെല്ലാം മോണോമിയൽ. ഇതിനകത്ത് ഒരു നോൺ സീറോ ടേം മാത്രമേ ഉള്ളൂ. കാരണം 3x എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ, x raised to 4 എന്ന് പറയുന്ന വേറൊരു പോളിനോമിയൽ. ബൈനോമിയൽ മീൻസ് 2 ടേംസ് ഉണ്ടാവും. 2 ടേംസ് പറഞ്ഞാൽ 3x plus 4 അല്ലെങ്കിൽ 2x square plus 2. ഇതെല്ലാം എന്താണ്? ബൈനോമിയലാണ്. അപ്പോൾ മോണോമിയൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ നോൺ സീറോ ടേം ആണ്. ബൈനോമിയൽ ആണെങ്കിൽ എന്താണ്? 2 നോൺ സീറോ ടേം. ട്രൈനോമിയൽ ആണെങ്കിൽ 3 നോൺ സീറോ ടേം. പോളിനോമിയൽ ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എത്രയായാലും ബാക്കിയുള്ളതെല്ലാം പോളിനോമിയൽസ് എന്ന് പറയും. അപ്പോൾ ട്രൈനോമിയലിന് എക്സാമ്പിളായിട്ട് ഏതാണ്? 2x square plus 5x plus 4. ഇതെല്ലാം ട്രൈനോമിയലാണ്. പോളിനോമിയൽ വേറെ ബാക്കി വരുന്ന എല്ലാം പോളിനോമിയലാണ്. These all are polynomials. 2x cube plus 3x square plus 5x plus 7. ഇതെല്ലാം പോളിനോമിയൽസ് ആണ്. അപ്പം എല്ലാം പോളിനോമിയൽസ് ആണ്. എന്നാലും നമ്പർ ഓഫ് ടേംസിന്റെ രീതിയിൽ മോണോമിയൽ എന്നും ബൈനോമിയൽ എന്നും ട്രൈനോമിയൽ എന്നും പോളിനോമിയൽ എന്നും ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പൊതുവെ പറയുന്നത് ഇതെല്ലാം പോളിനോമിയൽസ് ആണ്. Next, zero of a polynomial. Zero of a polynomial എന്ന് ഏത് വാല്യൂലാണോ പോളിനോമിയലിൽ സീറോ ആയി മാറുന്നത് അതിനെയാണ് സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ 5x plus f of x is equal to 5x plus 2. The zero of the polynomial calculate ചെയ്യുന്നത് എങ്ങനെയാണ്? 5 plus 2നെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് 5x is equal to ഇതെല്ലാം 9th പഠിച്ചതാണ്. 5x is equal to minus 2 എന്നാവും. x is equal to polynomial zero of the polynomial ഏതാണ്? 5x plus 2ന്റെ minus 2/5. അതുപോലെ quadratic polynomial ആണെങ്കിൽ ഇപ്പോൾ 3x square plus എത്ര 3x എക്സാമ്പിൾ ആയിട്ട് എഴുതി പറയും. 3x square plus 7x plus 12 equal to 0. അപ്പോൾ ഇതിൻ്റെ സീറോ ഓഫ് ദ പോളിനോമിയൽ കാണാനായിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? മിഡ് സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കും. ഇപ്പോൾ ഇവിടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പോളിനോമിയലിൻ്റെ സം എന്ന് പറയുന്നത് 7 ആയിരിക്കണം. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 4 plus product is equal to 4 into 3, that is equal to 12. അപ്പോൾ എന്താണ്? സം 7 പ്രോഡക്റ്റ് 12 ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് നമ്മൾ ഓർക്കണം. ദാറ്റ് ഈസ് 3. ഇതെല്ലാം എക്സാമ്പിൾ ഞാൻ പറയുന്നതാണ്. 3x square plus 4x plus 3x. അപ്പോൾ 4ഉം 3ഉം 7 ആവും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 വരും. പ്ലസ് 4 is equal to 0. എന്നിട്ട് ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് ഏത് കോമൺ ആയിട്ട് എടുക്കാം? 3x കോമൺ ആയിട്ട് എടുക്കാം. അകത്ത് എന്തോന്ന് വരും? 3x plus 4 വരും. പ്ലസ് 1 into 3x plus 4. നെക്സ്റ്റ് ഇതിൻ്റെ ഫാക്ടേഴ്സ് ആണ് x plus 1. ഇതെല്ലാം 9th പഠിച്ചതാണ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. 3x plus 4 ആർ ദ ഫാക്ടേഴ്സ്. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറയുന്നത്
കണ്ടുപിടിക്കാനായിട്ട് ഫാക്ടേഴ്സ് നമുക്ക് കിട്ടി x+1 3x+4. ഫാക്ടേഴ്സ് കിട്ടിയാൽ അതിനെ എന്ത് ചെയ്യണം, 0ക്ക് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് സീറോസ് ഓഫ് ദ പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. The factors of the polynomial 3x² plus 7x plus 4 ഏതൊക്കെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ച ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 3x² plus 7x plus 4ന്റെ ഫാക്ടേഴ്സ് ആണ് x+1 and 3x plus 4 are the factors. അപ്പോൾ സീറോസ് എങ്ങനെ ഫൈൻഡ് ചെയ്യും? കിട്ടുന്ന ഫാക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, 0ക്ക് ഇക്വേറ്റ് ചെയ്യും. x -1 എന്ന് കിട്ടും. അതുപോലെ 3x plus 4 = 0. Therefore 3x is equal to -4 and x is equal to -4/3. ഇതെല്ലാം സീറോസ്, ഇതെല്ലാം നമ്മൾ 9th പഠിച്ചിട്ടുള്ളതാണ്. x is equal to -1, x is equal to -4/3 are the zeros of the given polynomial 3x² plus 7x plus 4. Next, geometrical meaning of zeros of the polynomial. ഇനി ജോമെട്രിക്കൽ മീനിങ് ഓഫ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് ടെക്സ്റ്റിൽ ഉണ്ട്, ഗ്രാഫിൽ. y is equal to 2x കണ്ടല്ലോ, ഗ്രാഫ് ഫിഗർ പേജ് നമ്പർ 22 2.1 ഫിഗറിൽ y is equal to 2x plus 3. 2x plus 3 ആകുമ്പം അത് സീറോ ഓഫ് ദ പോളിനോമിയൽ എന്തോന്നാണ്? ax plus b is the linear polynomial. ഹയസ്റ്റ് പവർ എക്സിന്റെ പവർ എത്രയാണ്? 1 ആണ്. ax plus b ലീനിയർ പോളിനോമിയലിന്റെ സീറോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? x is equal to -b/a. അതുപോലെ y is equal to 2x plus 3 is the polynomial. Then x ന്റെ വാല്യൂ എന്തോന്നായിരിക്കും? 2x plus 3 equal to 0. Then x is equal to -3/2. നമുക്ക് ഇപ്പോൾ ജോമെട്രിക്കൽ മീനിങ് അല്ലാതെ എന്താണ്, ഓൾജിബ്രിക്കലി x is equal to -3/2 ആണ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്നറിയാം. ഇനി ജോമെട്രിക്കൽ മീനിങ് ഓഫ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് കണ്ടല്ലോ, ഈ ഗ്രാഫ് y is equal to 2x plus 3, x ആക്സിസിന് -3/2 എന്ന് പറയുന്ന പോയിന്റ്, -3/2, 0. അപ്പോൾ -3/2 is the zero of the polynomial. Next, quadratic polynomial. Quadratic polynomial means power 2 ആയ polynomial, that is ax² plus bx plus c where a not equal to 0. a 0 ആവാൻ പാടില്ല. 0 ആയ എന്ത് ചെയ്യും? ആ ടേം കംപ്ലീറ്റ്ലി 0 ആവും. പിന്നെ അത് ലീനിയർ പോളിനോമിയലായി മാറും. അതുകൊണ്ട് a 0 അല്ലാത്ത ഈ പോളിനോമിയൽ. അപ്പോൾ എന്ത് ചെയ്യണം? ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് പരാബോള ഷേപ്പാണ്. പരാബോള ഷേപ്പ് ആയിരിക്കും. അത് അപ്വേർഡ് പരാബോള ഓർ ഡൗൺവേർഡ് പരാബോള, ഡിപ്പെൻഡിങ് ഇപ്പോൾ ചിലപ്പോൾ അപ്വേർഡ് ആയിരിക്കും, ചിലപ്പോൾ ഡൗൺവേർഡ് ആയിരിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് x². കോഎഫിഷ്യന്റ് ഓഫ് x² മൈനസ് ആണെങ്കിൽ അത് ഡൗൺവേർഡ് പരാബോള ആയിരിക്കും, പ്ലസ് ആണെങ്കിൽ അപ്വേർഡ് പരാബോള. അപ്പോൾ ഏത് ഗ്രാഫ് ആയാലും അത് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നത് ഏത് പോയിന്റിലാണോ അതായിരിക്കും എന്താണ് സീറോ ഓഫ് ദ പോളിനോമിയൽ, ഗ്രാഫിക്കലി സീറോ ഓഫ് ദ പോളിനോമിയൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ -1,0യിലും 4,0യിലും എന്താണ് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് 2 സീറോസ് ഉണ്ട്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് 2 സീറോസ് ഉണ്ട്. ക്യൂബിക് പോളിനോമിയലിന് 3 സീറോസ് ഉണ്ട്. അങ്ങനെ എത്ര പവർ? മോസ്റ്റ് 3 സീറോസ് ആണ് ക്യൂബിക് പോളിനോമിയലിന്. ഏറ്റവും കൂടിയത് 3 സീറോസ് ഉണ്ടാവും. അതുപോലെ പവർ 4 ആയ പോളിനോമിയൽ ആണെങ്കിൽ അതിന് 4 സീറോസ് ഉണ്ടാവും. പവർ 1 ആണെങ്കിൽ ലീനിയർ പോളിനോമിയൽ ആണ്. പവർ 1 ലീനിയർ പോളിനോമിയൽ. അതിന് എത്ര സീറോസേ ഉണ്ടാവുള്ളൂ? 1 സീറോസേ കാണുള്ളൂ. 1 സീറോസ്, 1 സീറോ. ആൻഡ് ക്വാഡ്രാറ്റിക് ആണെങ്കിൽ ക്വാഡ്രാറ്റിക് 2 സീറോസ് ഉണ്ടാവും. ക്വാഡ്രാറ്റിക് 2 സീറോസ്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 2 സീറോസ്. അറ്റ് മോസ്റ്റ് 2 സീറോസ് ആണ്. 2 സീറോസ് കൂടുതൽ, ഏറ്റവും മാക്സിമം 2 സീറോസ് ആണ്. അപ്പോൾ സീറോസ് ഇല്ലാതെ ഇരിക്കാം. അപ്പോൾ ആ ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തന്നുള്ള ഫിഗറിൽ അത് പരാബോള ഷേപ്പിൽ വരും. അപ്പോൾ ഇങ്ങനെയാണ് പോളിനോമിയൽ വരുന്നത്. അതിൻ്റെ സീറോസ് ഫൈൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഇങ്ങനെ വരുന്നത് ഒരു പോയിന്റിൽ നമ്മൾ കാണുമ്പോൾ ഒരു പോയിന്റിലാണ് ഈ പരാബോള ടച്ച് ചെയ്തേക്കുന്നത്. അപ്പം ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. ചില കേസിൽ x+1² = x² + 2x + 2 ആണ്. x² + 2x + 2 ആണ്.
അപ്പോൾ അതിൻ്റെ സീറോസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? x+1ഉം x+1ഉം ആണ്. അപ്പം ഫാക്ടേഴ്സ് ദെൻ x is equal to -1 and x is equal to -1 are the zeros. അപ്പോൾ 2 ഈക്വൽ സീറോസ് ആണ്. അതുകൊണ്ടാണ് അത് ഒരു പോയിന്റിൽ കട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? കണ്ടാൽ നമുക്ക് ഒരു പോയിന്റിൽ കട്ട് ചെയ്യുന്നു. പരാബോള ആയതുകൊണ്ട് എന്തായാലും ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്, പവർ 2 ആയ പോളിനോമിയലാണ്. അപ്പോൾ അത് 2 സീറോസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈക്വൽ സീറോസ് ആയതുകൊണ്ടാണ് ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുകയോ എന്തുകൊണ്ട് ഇന്റർസെക്ട് ചെയ്ത് പോവുകയോ ചെയ്യുന്ന, കട്ട് ചെയ്ത് പോവുകയോ ടച്ച് ചെയ്യുകയോ ചെയ്യുന്ന എല്ലാം സീറോസ് ഓഫ് ദ പോളിനോമിയലാണ്. x is equal to -1 and x is equal to -1 are the two equal zeros of the polynomial x+1 the whole square. അതുപോലെ പവർ 4 ആയ പോളിനോമിയൽ x⁴ ആണെങ്കിൽ അതിന് അറ്റ്മോസ്റ്റ് 4 സീറോസ് ഉണ്ടാവും. 3 ആണെങ്കിൽ 3 സീറോസ് ഉണ്ടാവും. 3 പോയിന്റ്സിൽ അത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുകയോ ടച്ച് ചെയ്യുകയോ ചെയ്യും. അങ്ങനത്തെ അതാണ് പോളിനോമിയൽ എന്ന് പറയുന്നത്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പോളിനോമിയൽ. ഓക്കെ.